തീർച്ചയായിട്ടും ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് പി എം ആതിരയിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് പി എം ആതിര, ഇത്തരത്തിൽ സ്ത്രീകൾ അല്ലെങ്കിൽ അവളുടെ വീട്, ഇടം എവിടെ എന്ന വലിയ ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ നിയമപരമായി ഇപ്പോഴും പല കാര്യങ്ങളും അറിയാത്ത, അതിൽ ബോധവൽക്കരിക്കപ്പെടാത്ത നിരവധി ആളുകളുണ്ട്. ഒരു പക്ഷേ മരണത്തിലേക്ക് അല്ലെങ്കിൽ അവസാന വാക്ക് മരണം എന്ന രീതിയിലേക്ക് പോയ കുട്ടികളൊക്കെയും അങ്ങനെ തന്നെ ആവണം. എന്താണ് ആമുഖമായി ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇതിനകത്ത് സുജയ ചേച്ചി സംസാരിക്കുമ്പോൾ പറഞ്ഞതുപോലെ ഇതൊരു നിയമ പ്രശ്നത്തിനപ്പുറത്തേക്കൊരു സാമൂഹ്യവും രാഷ്ട്രീയവുമായി വലിയ മാനങ്ങളുള്ളൊരു വിഷയം തന്നെയാണ്. ഇപ്പം ഇവിടെ മേരി റോയ് കേസ് പരാമർശിച്ചല്ലോ. യഥാർത്ഥത്തിൽ ഒരു 39 വർഷം നീണ്ടുനിന്ന നിയമയുദ്ധമാണ് നടത്തിയിട്ടുള്ളത് മേരി റോയുടെ നേതൃത്വത്തിൽ. അതിനുശേഷം ആ നിയമപ്രകാരമുള്ള സ്വത്തവകാശത്തിനു വേണ്ടി കേരളത്തിലെ മുനിസിപ്പൽ കോടതികളിൽ അല്ലെങ്കിൽ സബ് കോടതികൾ എത്ര കേസുകൾ നടന്നിട്ടുണ്ടെന്ന് നോക്കിയാൽ മാത്രം നമുക്കറിയാം ഇപ്പോഴും സ്വത്തവകാശത്തിന്റെ കാര്യത്തിൽ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന തുല്യത എന്ന ആശയത്തിൽ ഊന്നി നിൽക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് മതബോധത്തിൽ ഊന്നി നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും അജിറ്റേറ്റ് ചെയ്യാൻ വരുന്നില്ല. 7 കേസുകളെ പറ്റിയാണ് ഒരു കാലത്ത് നമ്മൾ അന്വേഷിച്ച സമയത്ത് ഈ വിധിയെ തുടർന്ന് പിന്നീട് നടന്നിട്ടുള്ള കേസുകളുടെ കഥ കേട്ടിട്ടുള്ളത്. ഇനിയും ചിലപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ടാവും. പക്ഷെ എന്നാൽ പോലും സ്വത്തവകാശത്തിൽ ഇത്രയും വലിയ തുല്യതക്കുറവ് നിലനിൽക്കുന്നു എന്നുള്ളൊരു വസ്തുതയുണ്ട്. ആ വസ്തുതയെ മറികടക്കാൻ നിയമം ഉണ്ടാക്കിയിട്ട് പോലും ആ നിയമം എടുത്ത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ക്രിസ്ത്യൻ അവസ്ഥ ഇതാണെങ്കിൽ ഇസ്ലാമിന്റെ അവസ്ഥ അതിലും എത്രയോ മോശമാണെന്നുള്ളത് നമുക്കറിയാം. ഇപ്പോഴും തുല്യമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങൾ സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും വ്യക്തി നിയമങ്ങളുടെ പരിഷ്കരണത്തെക്കുറിച്ച്, സ്വത്തവകാശത്തിൽ വരുത്തേണ്ടുന്ന തുല്യതയെക്കുറിച്ച് ഇപ്പോഴും എവിടെ എത്താത്ത രീതിയിൽ തന്നെയാണ് ഇത്രയും ഭരണഘടനയ്ക്ക് ഇത്ര വയസ്സായിട്ടും ഇവിടെ നിൽക്കുന്നത്. പിന്നെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഈ തുല്യാവകാശമൊക്കെ ഉണ്ട് സ്വത്തിൽ എന്ന് പറയുന്ന മതവിഭാഗങ്ങളിൽ നിന്ന് വന്ന എത്ര പെൺകുട്ടികളാണ് ഇതേ അവസ്ഥയിൽ, സമാനമായ അവസ്ഥയിൽ ജീവിതം അവസാനിപ്പിച്ച വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ ഇത് സമൂഹത്തിന് വിവാഹം സംബന്ധിച്ച്, വിവാഹശേഷം ഒരു സ്ത്രീ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നത് സംബന്ധിച്ചിട്ടൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന സ്ത്രീവിരുദ്ധമായ പാട്രിയാർക്കിയുടെ മൂല്യബോധങ്ങളിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പൊ ഞാനിന്നിപ്പോ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഓടി ഒരു പറഞ്ഞു, 2 ദിവസം വീട്ടിൽ പോയി നിന്നാൽ 3ാമത്തെ ദിവസം ചോദിക്കും എന്താ ഇവിടെ എന്ന്. സ്വന്തം വീട്ടിൽ നിൽക്കുന്നവരെ കുറിച്ച് അയൽവാസികളുടെയും മറ്റുള്ളവരുടെയും ഒക്കെ കൺസേൺ ആണത്. അപ്പോൾ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ നിൽക്കാനേ പറ്റില്ല എന്നുള്ളൊരവസ്ഥ. ഇനി സ്വത്തവകാശം വീട് തന്നെ ഇവർക്ക് എഴുതി കൊടുത്താൽ പോലും അവിടെ താമസിക്കാതെ നിൽക്കേണ്ടുന്നത് വിവാഹം കഴിച്ച പുരുഷന്റെ ഒരു ഇടത്താണ്. സ്ത്രീയുടെ ഇടം അതോടുകൂടി സ്ത്രീയുടേത് അല്ലാതായി മാറുന്നു എന്നുള്ള അതിശക്തമായ ധാരണ ഈ സമൂഹത്തിനകത്തുണ്ട്. ഇപ്പം കോഴിക്കോടിനെ സംബന്ധിച്ച് ഇപ്പം വീട്ടിൽ പുതിയാപ്ല സിസ്റ്റം ഒക്കെ ഉണ്ട്. വീട്ടിലേക്ക് കല്യാണം കഴിച്ച് പുരുഷൻ വരുന്നു. യഥാർത്ഥത്തിൽ നമുക്ക് അവിടുത്തെ സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ ശരീരഭാഷയിൽ നിന്ന്, അവരുടെ ഒരു ഇതിൽ നിന്നൊക്കെ നമുക്കറിയാം കുറച്ചുകൂടി അവർക്ക് അവരുടെ ജീവിതത്തിൽ പിടുത്തമുണ്ട്. അവർക്ക് അവരുടെ ജീവിതം അവർക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന, ഇനി അവർക്ക് ഇഷ്ടമല്ലാത്തൊരു ജീവിതാവസ്ഥയാണെങ്കിൽ അവിടെ നിന്ന് അവരോട് പറയാൻ കഴിയുന്ന. അതാണ് അഡ്വക്കേറ്റ് പി എം ആതിര താങ്കൾ പറഞ്ഞെടുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്. ഇടം എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത് ആ ഒരു ധൈര്യമുണ്ടല്ലോ, നമുക്കൊരു സ്ഥലമുണ്ട്, നമുക്ക് നമ്മുടെ വീട്ടിലൊരു ഇടമുണ്ട്, അത് എവിടെയായാലും ആ ഒരു ധൈര്യം എല്ലാ സ്ത്രീകൾക്കും വേണം. പക്ഷെ ആ ധൈര്യം എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഇതിപ്പോ ഞാനത് പറയുമ്പോൾ ആലോചിക്കായിരുന്നു, 1929 എ റൂം ഓഫ് ഹെറോൺ എന്നുള്ള വൺസോൺ റൂം എന്നുള്ള ഇത് വെർജിനിയ വുൾഫ് എഴുതുന്നത് 29 എഴുതിയിട്ട് ഇത്രകാലം മുന്നോട്ട് പോയിട്ടും ഒരു സ്ത്രീക്ക് സ്വന്തം വീട്ടിൽ ഒരു സ്പേസ് ഇല്ല. ഇനി ഭർതൃഗൃഹത്തിനകത്ത് അത്രയും സ്പേസ് ഇല്ല. ഇനി ഇവര് രണ്ടുപേരും ഭർത്താവും ഭാര്യയും ചേർന്ന് ഒരു വീടുണ്ടാക്കിയാൽ ബാക്കി കുട്ടികൾക്ക് റൂമുണ്ട്, ബാക്കി വിരുന്നുകാർക്ക് റൂമുണ്ട്, അതിഥികൾക്ക് മുറിയുണ്ട്, ദൈവത്തിനിരിക്കാൻ മുറിയുണ്ട്, എല്ലാവർക്കും മുറിയുണ്ട്. ഈ സ്ത്രീക്ക് ഒന്നിരിക്കാൻ ഒരു മുറി പോലും ഇല്ലാത്ത രീതിയിലാണ് വീടുകളുടെ ഇത്രയും ആർക്കിടെക്റ്റും
മറ്റു കാര്യങ്ങളൊക്കെ മുന്നേറിയിട്ടും സ്ട്രക്ചർ സംബന്ധിച്ച് വീട് സംബന്ധിച്ചിട്ടുള്ള സങ്കല്പനങ്ങളുടെ കാര്യത്തിലൊക്കെ ഇത്രയധികം മാറ്റങ്ങൾ വന്നിട്ട് അതിഗംഭീരവും മനോഹരമായിട്ടുള്ള വീടുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോഴും സ്ത്രീയുടെ ഇടം എവിടെയെന്നുള്ളത് ചോദിക്കുമ്പോൾ ഇപ്പോഴും അത് അടുക്കള എന്ന് കരുതുന്ന ആളുകളിൽ നിന്ന് വലിയ മാറ്റങ്ങൾ ഇത്രയും സയൻസ് മുന്നോട്ട് പോയിട്ട് ആർക്കിടെക്ചർ മുന്നോട്ട് പോയിട്ട് ഒക്കെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ സ്വത്തവകാശവുമായി തന്നെ ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റൊന്ന്, ഇപ്പോഴും വിവാഹം സംബന്ധിച്ചിട്ടും അതിനകത്ത് ഈ ഡൗറി, സ്ത്രീധനം വലിയ രീതിയിൽ റോള് പ്രവർത്തിക്കുമ്പം ഈ അച്ഛനും അമ്മയും ആയ കാലം മുഴുവൻ അധ്വാനിച്ചിട്ടുള്ള കാര്യങ്ങൾ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് മകളുടെ വിവാഹത്തിന് മീതെയാണ്. അതിന്റെ ലോൺ ഇപ്പൊ സായിനാഥ് നടത്തിയിട്ടുള്ള മാധ്യമപ്രവർത്തകൻ പി സായിനാഥ് നടത്തിയിട്ടുള്ള പഠനത്തിനകത്ത് കേരളത്തിലെ കർഷക ആത്മഹത്യയെക്കുറിച്ച് പറയുന്ന സമയത്ത് അതിനകത്ത് പറയുന്നുണ്ട്, പലരും കാർഷിക ലോൺ എടുത്തത് പെൺകുട്ടികളുടെ വിവാഹം നടത്താൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. പിന്നെ അതിന് റീപേയ്മെന്റ് നടത്താൻ വേണ്ടി പറ്റാതെ ആത്മഹത്യ ചെയ്ത രക്ഷിതാക്കളെ കുറിച്ച് തന്നെ ഇവിടെ വലിയ പഠനങ്ങൾ നിൽക്കുന്നു. അപ്പൊ അതിനുശേഷം ഈ വിവാഹം കഴിഞ്ഞു പോയ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു നിലയ്ക്കും തിരിച്ചു വരാൻ വേണ്ടി പറ്റാത്ത വിധം ഒരു മെന്റൽ ബ്ലോക്ക് ഉണ്ട്. കാരണം അവിടുന്ന് തുടച്ച് വടിച്ചെടുത്ത് വന്നതാണേ ഇങ്ങോട്ടേക്ക്. അപ്പോ സ്ത്രീധനം ഇല്ലാത്തൊരു വിവാഹമായിരുന്നെങ്കിൽ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് ഓടിച്ചെല്ലാൻ, കെട്ടിപ്പിടിക്കാൻ, അല്ലെ പോയി ഇരിക്കാൻ ഒരു വീടുണ്ട്. ഇതിപ്പോ ഞാൻ അവിടുന്ന് എല്ലാം എടുത്ത് പോകുന്ന ഒരാളാണല്ലോ, അതുമായിട്ടുള്ള വേറെറുത്ത് പോകുന്ന ഒരാളാണല്ലോ എന്നുള്ളൊരു ബോധം തന്നെയാണുള്ളത്. ഇപ്പൊ ഇതൊന്നുമില്ലാതെ വിവാഹം കഴിച്ച സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വിധത്തിൽ അതൊന്നും കൊണ്ടുവരാത്തവൾ എന്നുള്ള ആക്ഷേപം, അതിന്റെ പേരിലുള്ള പീഡനം, ഇതൊക്കെ സഹിക്കുന്നു. ആഗ്രഹിച്ച അത്ര കൊണ്ടുവരാത്ത സ്ത്രീ അതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ആദ്യം അറുക്കേണ്ടുന്ന വേറെ ഒന്ന് സ്ത്രീധനത്തിന്റെ തന്നെയാണ്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഈ സ്ത്രീധന നിരോധന നിയമമൊക്കെ പ്രാബല്യത്തിൽ വന്നിട്ടും ഇപ്പോൾ നമ്മൾ വിസ്മയുടെ കേസെടുത്താലും ഒക്കെ അതിനകത്തുണ്ടായത് എനിക്ക് ഇഷ്ടപ്പെട്ട കാർ തന്നില്ല എന്ന്. അത് ആ ഒരു ഇപ്പോഴും ഈ നൂറ്റാണ്ടിലും അത് പറയുന്നുണ്ടല്ലോ എന്ന് നമുക്ക് അതിശയം തോന്നും. പക്ഷെ എന്തുകൊണ്ട് മാതാപിതാക്കൾ ഈ വീണ്ടും 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 താങ്കൾ പറഞ്ഞതുപോലെ ഉള്ള ഇത്രയും ദിവസം ഉണ്ടാക്കിയ മുഴുവൻ സ്വത്തും അല്ലെങ്കിൽ ആ രീതിയിൽ ഉണ്ടാക്കിയ മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിൽ പലയിടത്തുനിന്നും കടം വാങ്ങി എന്തിന് കല്യാണം നടത്തുന്നു അല്ലെങ്കിൽ ഇതുപോലെ ഡൗറി കൊടുക്കുന്നു എന്നുള്ള ചോദ്യമില്ലേ? ഇത് എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? അല്ല, ഇത് നിയമത്തിന് വലിയ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണല്ലോ സൂചിപ്പിക്കുന്നത്. 1961 ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമം പറയുന്നത് സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും വാങ്ങാൻ പ്രേരിപ്പിക്കുന്നതും കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നതും കുറ്റകൃത്യമാണ്, 5 വർഷം വരെ തടവ് ലഭിക്കുന്ന കുറ്റകൃത്യമാണെന്ന് പറഞ്ഞിട്ട് പോലും നിർബാധം തുടരുന്നു. നമ്മളൊക്കെ പങ്കെടുത്ത കല്യാണത്തിന്റെ കണക്കെടുത്താൽ അറിയാലോ, എല്ലാം സ്ത്രീധന കല്യാണങ്ങളാണ്. ഒരു ചെറിയ പെർസെന്റേജ് മാത്രമാണ് അങ്ങനെയല്ലാത്ത സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ, പ്രണയത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വർണ്ണമൊന്നും ഇല്ലാതെ നടക്കുന്ന വിവാഹങ്ങൾ നമ്മുടെ നാട്ടില് ഈ പുരോഗമന കേരളത്തിനകത്ത് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പെൺകുട്ടികളെ ഗാർഹിക ഘടനയ്ക്കകത്ത് വളർത്തുമ്പോൾ, വിദ്യാഭ്യാസ സംവിധാനത്തിനകത്ത് വളർന്നു വരുന്ന സമയത്ത്, പൊതുസമൂഹം അതിനകത്ത് ഇടപെടുന്ന സമയത്ത് സ്വന്തം കാലിൽ നിൽക്കുക, വരുമാനം ഉണ്ടാക്കുക, എന്നിട്ട് മറ്റാരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയുക എന്നുള്ള രീതിയിൽ ഒരു സാമ്പത്തിക സ്വാശ്രയത്വത്തിലേക്ക് പെൺകുട്ടികൾ എത്തിക്കുന്നില്ല. എവിടെ പഠിക്കുന്നു, എന്തിനു പഠിക്കുന്നു, എന്ത് ജോലി കിട്ടി എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ ചോദിക്കുന്നത് ഈ കല്യാണമൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ്. കല്യാണം ആയിട്ടില്ലെങ്കിൽ എന്തോ മഹാ അപകടം സംഭവിക്കുന്ന പോലെ. ജോലി കിട്ടുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് എത്തിക്കുന്നില്ല. ജോലി കിട്ടിയാൽ തന്നെ അത് ഞാൻ അധ്വാനിക്കുന്ന വരുമാനം എന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, എന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചെലവ് ചെയ്യണം, അത് ഞാനാണ് അതിന്റെ പരമാധികാരി എന്നാലോചിക്കുന്ന പകരം അത് മുഴുവൻ കൊണ്ടുപോയി കുടുംബത്തിലെ പുരുഷന്റെ കാലിന്റെ ചോട്ടിൽ വെച്ചു കൊടുക്കലാണ് കുലസ്ത്രീ ധർമ്മം എന്നുള്ളതിൽ നിൽക്കുകയാണ്. ജോലി കിട്ടിയ സ്ത്രീകൾക്ക് പോലും സാമ്പത്തിക സ്വാശ്രയത്വമോ സാമ്പത്തിക സ്വാതന്ത്ര്യവും അനുഭവിക്കാൻ നമ്മുടെ നാട്ടിനകത്ത് വളരെ ചെറിയൊരു വിഭാഗത്തിന് മാത്രമേ സാധിക്കുന്നുള്ളൂ. അപ്പൊ ആ നിലയ്ക്ക് പെൺകുട്ടികളെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള തൊഴിൽ നേടലാണ് പ്രധാനം, സ്വന്തം കാലിൽ നിൽക്കലാണ് പ്രധാനം. എന്നിട്ട് അവർക്ക് ജീവിതത്തിൽ അത്രയും ഒഴിച്ചുകൂടാത്ത ഒരു പാർട്ട്ണർ വേണമെന്ന് തോന്നുമ്പോൾ സംഭവിക്കേണ്ടതാണ് വിവാഹം എന്നൊന്നുള്ള രീതിയിലല്ല ഇപ്പോഴും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ. ആൺകുട്ടികളെയോ ഇവിടെ 90% മതവിശ്വാസികളായിട്ടുള്ള മനുഷ്യർ ജീവിക്കുകയാണ്. അവരവരുടെ അധ്വാനത്തിന് വിയർപ്പ് കൊണ്ടായിരിക്കണം കഴിക്കുന്ന ഓരോ അരിമണിയും എന്ന് പഠിപ്പിച്ചിട്ടുള്ള മതവിശ്വാസികളായിട്ടുള്ള മനുഷ്യര് ഏതോ ഒരു അച്ഛനോ അമ്മയും ഉമ്മയും ബാപ്പയും ആയകാലം അധ്വാനിച്ച് അവരുടെ മകൾക്ക് കൊടുത്തിട്ടുള്ള സമ്മാനം എന്റേതാണെന്ന് കരുതി എടുത്ത് അങ്ങ് ഉപയോഗിക്കുകയാണ്.
അത് അന്യാധീനപ്പെടുത്തുമ്പോഴോ അതെടുത്ത് ഉപയോഗിക്കുമ്പോഴോ ഒന്നും ഇത് എന്റേതല്ലല്ലോ, ഈ സ്ത്രീക്ക് സാധനമല്ലേ, അവകാശപ്പെട്ടതല്ലേ എന്നുള്ളൊരു ആലോചന പോലും ഇല്ലാതെ വിവാഹം കഴിഞ്ഞതോടുകൂടി അതിന്റെ പൂർണ്ണ അധികാരം അതെടുത്ത് ഉപയോഗിക്കാൻ ഇവർക്കായിട്ട് മാറുന്നു. അപ്പോൾ എന്താണ് ഈ പറയുന്ന മതവിശ്വാസം പറയുന്ന അവരുടെ എന്ത് വിയർപ്പാണ് അതിനകത്തുള്ളത്, എന്ത് അധ്വാനാണ് അതെടുത്ത് പറ്റുന്ന സമയത്തുള്ളത്. അങ്ങനെ ആ രീതിയിലേക്ക് ആരാന്റെ അധ്വാനം കൊണ്ട് ശിഷ്ടകാലം ജീവിക്കാമെന്നുള്ള ഒരു ഉളുപ്പില്ലായ്മയല്ലേ നമ്മുടെ കുടുംബങ്ങൾ ആൺകുട്ടികളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തിലൂടെ കടന്നുപോയി വലിയ ജോലിയൊക്കെ കിട്ടിയിട്ടുള്ള പുരുഷന്മാരുൾപ്പെടെ വിചാരിക്കുന്നത് ഇതൊക്കെ എനിക്ക് അവകാശപ്പെട്ടതാണെന്നാണല്ലോ ഭാര്യയുടേത് മുഴുവൻ. അപ്പൊ ആ രീതിയിലേക്ക് ആരാന്റെ സ്വത്ത് മോഹിക്കുന്ന ആളുകളായിട്ട് ആണുങ്ങളെ മാറ്റിയെടുക്കുന്നതിൽ എന്തെങ്കിലും മാറ്റം ആധുനിക കാല വിദ്യാഭ്യാസത്തിനോ ഈ നമ്മുടെ സമൂഹത്തിനോ ഇത്രയധികം പുരോഗമനപരമായിട്ട് നിൽക്കുന്ന ഒരിടത്ത് ജീവിക്കുന്ന ആണുങ്ങളിൽ പോലും മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിയമത്തിന് ഒരു ചെറിയ രീതിയിൽ പോലും ഇതിനകത്ത് ഇടപെടാൻ കഴിയാത്ത വിധം 1961 നിയമം ദുർബലപ്പെട്ട് നിൽക്കുന്നത് കാണുന്നതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ നമ്മൾ നടത്തേണ്ടുന്ന തിരിച്ചറിവും പാട്രിയാർക്കിയുടെ സ്ത്രീവിരുദ്ധമായ ആശയവിഗതിക്കെതിരായി നടത്തേണ്ടുന്ന സന്ധിയില്ലാതെ അവരവർ നടത്തേണ്ടുന്ന പോരാട്ടവും സമൂഹം ഏറ്റെടുക്കേണ്ട ഒരു പോരാട്ടമാണ്. അത് കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന അവളവളുടേതായിട്ടുള്ള ഒരു ഇടം എന്നുള്ളത് സ്ത്രീയെ തുല്യമായി ആദ്യം മനുഷ്യയായിട്ട് കണക്കാക്കട്ടെ, എന്നിട്ട് തുല്യരായി കണക്കാക്കാൻ വേണ്ടി പറ്റട്ടെ. തുല്യരായി കണക്കാക്കുമ്പോഴല്ലേ അവൾക്കും അവളുടേതായ ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാകും, അവൾക്കും ഒരു സ്പേസ് വേണം എന്നുള്ളത് പാർട്ട്ണറും തിരിച്ച് അവൾക്കും തന്നെത്താൻ ഞാനൊരു മനുഷ്യജീവിയാണ്, 24 മണിക്കൂറും പണിയെടുക്കുന്ന യന്ത്രമൊന്നുമല്ല, ജന്തു തുല്യമായ ജീവിതമല്ല ഞാൻ നയിക്കേണ്ടത്, എനിക്കും അഭിമാനമുണ്ട്, അഭിമാനിനിയായിട്ടുള്ളൊരു സ്ത്രീയായി ജീവിക്കാൻ എനിക്ക് എന്റേതായ ഒരു ഇടമുണ്ടാക്കലാണ് ഏറ്റവും പ്രധാനം. അതിനുശേഷമേ മറ്റെന്തെങ്കിലും ഉണ്ടാകേണ്ടതുള്ളൂ. ആ ഇടമുണ്ടാക്കുന്നതിന് വേണ്ടി എന്നെ കൊണ്ടാവും വിധം ഞാൻ അധ്വാനിക്കും. ഇനി ഒരു പണിയും ഇല്ലെങ്കിൽ ഞാൻ ദേശീയ തൊഴിലുറപ്പ് പണിക്ക് പോയിട്ടായാലും ശരി എന്റേതായ ഒരു ഇടമുണ്ടാക്കി എടുക്കും. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് PM മാതിര ഞങ്ങളോട് സംസാരിച്ചതിന്. സമയക്കുറവ് മൂലമാണ് ഇടപെടുന്നത്. ഞാൻ സുജാ സുസൻ ജോർജിലേക്ക് കൂടി പോവുകയാണ്.